വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാമിൻ്റെ സൈസ് എന്താണ് ലിമിറ്റഡ് ആണ്, ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് ലാർജ് ആണ്. അപ്പോൾ യൂസിങ് ഡിസ്ക് റാം സൈസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അതായത് ഓഗ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ മെമ്മറീനെയാണ് നമ്മൾ വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. വെർച്വൽ മെമ്മറി ഈസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് സെക്കൻഡറി സ്റ്റോറേജ് ടു ഓഗ്മെൻറ്റ് ദ മെയിൻ മെമ്മറി. രണ്ട് മെത്തേഡ്സ് ആണുള്ളത്, പേജിങ്ങും സെഗ്മെൻറ്റേഷനും. ഒന്നാമത്താണ് പേജിങ് എന്ന് പറയുന്ന ഒരു മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. പ്രോസസ്സിന് നമ്മൾ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, അതായത് ഫിസിക്കൽ മെമ്മറി റാമിനെ ഫിക്സ്ഡ് സൈസ് ബ്ലോക്സ് ആയിട്ട് ഫ്രെയിംസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ലോജിക്കൽ മെമ്മറീനെ ഡിവൈഡ് ചെയ്യുന്നതാണ് പേജസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ മെമ്മറി റാമിനെ ഒരു ഫിക്സ്ഡ് സൈസ് ബ്ലോക്സ് ആയിട്ട് ചെയ്യുന്നത് ഫ്രെയിംസും, ലോജിക്കൽ മെമ്മറീനെ ഫിക്സ്ഡ് സൈസ് ആയിട്ട് ചെയ്യുന്നത് പേജസുമാണ്. അപ്പോൾ പേജ് സൈസ് എന്ന് പറയുന്നത് എന്താ ഈക്വലായിരിക്കും, ഫ്രെയിം സൈസിന് ഈക്വലായിരിക്കും. ഇത് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് പ്രോസസ്സിനെ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വേരിയബിൾ സൈസാണ്. ഓരോ സെഗ്മെൻറ്റിനും ഒരു ബേസ് ഒരു ലിമിറ്റും ഉണ്ട്. ലിമിറ്റ് പ്രൊവൈഡ്സ് ടു റിമൂവ് സെഗ്മെൻറ്റ് ഓവർലാപ്പിംഗ്. നെക്സ്റ്റ് പേജ് റീപ്ലേസ്മെൻറ്റ്. പേജ് റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡിസൈഡ് പേജ് ഡിസ്കിൽ ലൊക്കേഷൻ, ഏത് ആണോ ലൊക്കേഷൻ ആ ഒരു ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഒരു ഫ്രീ ഫ്രെയിം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഇഫ് ദർ ഈസ് എ ഫ്രെയിം then it use it. If there is no free frame, then use a page replacement algorithm to select a victim frame. അതായത് ഒരു ഫ്രീ ആയിട്ടുള്ള ഫ്രെയിം അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യണം. അതായത് വിക്ടിം ഫ്രെയിം ടു ദ ഡിസ്ക്, ചേഞ്ച് ദ പേജ് ആൻഡ് ഫ്രെയിം ടേബിൾസ് അക്കോർഡിംഗ്ലി. റീഡ് ദ റിസർവ്ഡ് പേജ് ഇൻ ടു ന്യൂലി ഫ്രീഡ് ഫ്രെയിം, change the page and frame tables, continue the user process from where the page what occurred. അപ്പോൾ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതത്തിൽ ഫസ്റ്റ് വൺ ആണ് FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് സിംപ്ലസ്റ്റ് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതമാണ്. ഒരു പേജ് റീപ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾഡസ്റ്റ് പേജ് വിൽ ബി ചൂസൺ. അതായത് ഇവിടെ കുറേ തന്നിട്ടുണ്ട്. അപ്പോൾ ആ തന്നിട്ടുള്ളതിൽ ഫസ്റ്റ് നമ്മൾ ഏതായിരിക്കും കയറ്റുന്ന 7 ആയിരിക്കും കയറ്റുന്നത്. അതിനുശേഷം 0 എന്ന് പറയുന്ന അടുത്തേക്ക് ആഡ് ചെയ്തു, 1 എന്ന് പറയുന്ന അടുത്തേക്ക് ആഡ് ചെയ്യും. അപ്പോൾ 2 നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ 2 ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എവിടെ ഏതാണോ കയറിയത് അത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്തത് ആഡ് ചെയ്യുക. അപ്പോൾ 7 ആണ് ഫസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ 7 റിമൂവ് ചെയ്യുക, ബാക്കിയെല്ലാം താഴോട്ട് എഴുതുക 0, 1, 2. അപ്പോൾ 0 എന്ന് പറയുന്നത് എന്താണ്, ഓൾറെഡി ഇതിലുണ്ട്. അപ്പോൾ 0 എന്ന് പറയുന്നതിൽ ഒരു ആരോ കൊടുക്കുക. നെക്സ്റ്റ് 3 കയറ്റണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്തത് 0 ആണ്. 0നെ കളയും, 1, 2, 3 0 വെക്കും. അപ്പോൾ 2, 3, 0. നെക്സ്റ്റ് 4 ആണ്, 3, 0 അതിൻ്റെ മുകളിൽ 4, 2 വരും, 0, 4, 2, 3 വരും, 4, 2, 3 ആൻഡ് 2, 0 വരുന്ന സമയത്ത് 2, 3, 0. 3 ഓൾറെഡി ഉണ്ട്, അപ്പോൾ ആരോ വരും. 2 ഓൾറെഡി ഉണ്ട്, ആരോ വരും. നെക്സ്റ്റ് 1 കയറ്റണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉള്ളത് 2 ആണ്. 2നെ റിമൂവ് ചെയ്യും, 3, 0, 1 വരും. നെക്സ്റ്റ് 2 എന്ന് പറയുന്നത് 0, 1, 2 വരും, ആരോ വരും, കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതിൽ ഹിറ്റ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആരോസ് ആണ്. അതായത് പേജ് ഓൾറെഡി അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആരോ ആണ് കൊടുക്കുന്നത്, അപ്പോൾ അതാണ് ഹിറ്റ്. പേജ് ഫോൾട്ട് എന്ന് പറയുന്നത് ബാക്കി നമ്മൾ പേജസിലേക്ക് ആഡ് ചെയ്തതൊക്കെയാണ് പേജ് ഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഹിറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 5/15 + 5, ദാറ്റ് ഈസ് 5/20. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ 4 ഇതുള്ള ഒരു ഇതാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫ്രെയിം ഇൻക്രീസ് ചെയ്യുമ്പോൾ 4 ഉള്ള ഫ്രെയിമുള്ള ഇതാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, 7 സാധാരണ പോലെ തന്നെ FIFOയിൽ 7, 0, 7, 0, 1, 7, 0, 1, 2, 0 ഓൾറെഡി ഈസ് ദ 3 ആണെങ്കിൽ 7 കളയും, എന്നിട്ട് 0, 1, 2, 3 അവൻ്റെ എല്ലാം കഴിയും. ഇപ്പം ഫ്രെയിമിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പേജ് ഫോൾട്ട് റേറ്റ് എന്ത് ചെയ്യുകയാണ്, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ in some situations when the number of frame increases, the page fault rate is also increases. It is only occur in FIFO algorithm. This is known as
ബെലഡീസ് അൽഗോരിതം. അതായത് ഇവിടെ ഫ്രെയിം കൂടുന്ന സമയത്ത് പേജ് ക്വാളിറ്റി റേറ്റ് ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ ബെലഡീസ് അൽഗോരിതം എന്ന് പറയും.